ഇതൊരു മോട്ടിവേഷനായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും കുറച്ച് ഫേസ്ബുക്കിലായാലും ഇതുപോലെ വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഞാനൊരു 10th കഴിഞ്ഞ സമയത്ത് അച്ഛൻ മരിച്ചുപോയി. നമ്മൾ സാധാരണ ഒരു കുടുംബമായിരുന്നു. അമ്മ വീട്ട് ജോലിക്കും അച്ഛൻ ഒരു ആശാരിപ്പണിയൊക്കെ ഇല്ലേ, ആ ജോലിയായിരുന്നു. ഞങ്ങളെ കാസ്റ്റല്ല, പക്ഷെ അച്ഛൻ ആ ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ, ഫർണിച്ചറിൻ്റെ വർക്കൊക്കെ. അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞേ പിന്നെയാണ് നമ്മളെ പല ആളുകളെയും തിരിച്ചറിയുന്നത്. അതുപോലെ ആ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് +1 ജോയിൻ ചെയ്ത സമയത്തായിരുന്നു. അപ്പോൾ +1 വരെ പോയുള്ളൂ. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ ചേച്ചി ജോലിക്കൂടെ ഒരു കാര്യം മുന്നോട്ട് പോകണില്ല. നമ്മുടെ നാട് ചേർത്തലയാണ്. അപ്പോൾ അവിടെയൊക്കെ സാലറി തീരെ കുറവാണെന്നൊക്കെ. അപ്പോൾ ഞാനും കൂടി ജോലിക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ സെക്കൻഡ് ഇയർ എഴുതിയില്ല. നമുക്ക് കയ്യിൽ പൈസ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ അന്നത്തെ ഒരു ബുദ്ധിയിൽ ഏജിൽ നമുക്കത് അറിയില്ല, ഇനിയും പഠിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന്. എന്നിട്ട് ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ, മണ്ടത്തരമാണോ എനിക്കറിയില്ല, ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എടുത്തു. അത് +2 തുല്യമായൊരു എൻട്രൻസ് എഴുതിയിട്ട് ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി ചേർന്നിട്ട് ഞാനൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഏട്ടനാട്ടിൽ വന്നപ്പോൾ എനിക്ക് അത്ര ലോങ് ആയതുകൊണ്ട് പോയി പഠിക്കാൻ പറ്റാണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചായിരുന്നു, TTC പഠിച്ചായിരുന്നു. അതും നമുക്ക് യോഗം വേണമല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ TTC ആയിരുന്നപ്പോൾ കോവിഡിൻ്റെ സമയമായിരുന്നു. പിന്നെ ഇളയാളെ പ്രഗ്നൻ്റായി. ഫസ്റ്റ് 1 ഇയർ കോഴ്സായിരുന്നു. ഞാൻ 6 മന്ത് വരെ പോയി. അത്യാവശ്യം കമ്പ്യൂട്ടറിന് അത്യാവശ്യം എല്ലാം നമ്മൾ ബേസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം പഠിക്കുന്ന കമ്പ്യൂട്ടർ ജോലി ചെയ്യാൻ പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസും ഉണ്ട്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഇതാണ് എനിക്ക് ഏറ്റവും പറ്റിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലൈഫിൽ അച്ഛനില്ലാത്തതും പിന്നെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മളെ ഒരുപാട് ജീവിതവും ആളുകളെയും പഠിപ്പിച്ചു. ഇപ്പോഴും പല പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ ലൈഫ് കടന്നു പോകുന്നത്. പക്ഷെ എൻ്റെ ഒരു സന്തോഷത്തിലും നമുക്കൊരു പാഷൻ ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ ഒരു നാടക നടനായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അംശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. ലൈഫിൽ നമുക്ക് എനിക്കിപ്പോൾ ഒരു വാശിയാണ്, ഒരു ലൈഫ് തിരിച്ച് പിടിക്കണം. എനിക്കിപ്പോൾ ഇൻസ്റ്റയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇതിൽ 1-2 ഫ്രണ്ട്സാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുടെ ഫ്രണ്ട്സായിരുന്നു നാട്ടിലുള്ളവർക്ക്. ബാക്കി എല്ലാവരും തന്നെ എന്നെ ഇതിലൂടെ അറിഞ്ഞവരാണ്. അപ്പോൾ എൻ്റെ ലൈഫിലൊരു വാശിയാണ് നമ്മൾ നല്ല നിലയിലെത്തണം. നമ്മളൊന്നുമല്ല നമ്മൾ പുച്ഛിച്ച് തള്ളിയ ആളുകളുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളത് ഭയങ്കര വാശിയാണ്. ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതുപോലെ ഇത് വീഡിയോഗ്രാഫർ ട്രൈപോഡ് വെറും 205 രൂപയുടെ തുടക്കമല്ലേ. പിന്നെ മാത്രമല്ല കുട്ടികൾ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ലൈഫിനി എനിക്ക് തിരിച്ച് പിടിക്കണം. എൻ്റെ ഏട്ടൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട്. എല്ലാവരും നമ്മൾ ജീവിച്ച് കാണിച്ച് ജയിക്കണം എന്നൊരു വാശിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് നമ്മളെ ഇനിയുള്ള ലൈഫിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.